ലൂക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്ന് സഖര്യാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ച് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഗലീലയിലെ നസറത്തിൽ ജീവിച്ചിരുന്ന മറിയയ്ക്ക് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി വിവാഹത്തിനു മുമ്പ് പുരുഷബന്ധം കൂടാതെ തന്നെ അവൾ ഗർഭിണിയാകും എന്ന വിവരം അറിയിച്ചു. അത് പരിശുദ്ധാത്മാവിലാണ് എന്നും ദൈവത്തിൻ്റെ നിയോഗമാണ് എന്നും മനസ്സിലാക്കിയ മറിയ, ഞാൻ കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. അത് കഴിഞ്ഞ് ഉടനെ അവൾ ചെയ്ത കാര്യമാണ് നാം ഇന്ന് വായിച്ചത്. മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്ന് സഖര്യാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു എന്ന് നാം കാണുന്നു. അവൾ ബന്ധപ്പെട്ട് പോയി എന്നാണ് വായിക്കുന്നത്. വളരെ തിടുക്കമുണ്ടായിരുന്നു. കാരണം അവളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം അവിശ്വസനീയമായതാണ്. പക്ഷേ അവൾക്ക് ആ കാര്യം വിശ്വസിക്കുവാൻ സഹായിക്കുന്ന നിലയിൽ ദൂതൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. വൃദ്ധയായ അവളുടെ ചാർച്ചക്കാരി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭിണിയായിരിക്കുന്നു. അതൊരു അതിശയകരമായ കാര്യമാണ്. ഇന്നത്തെ പോലെ ഫോണോ കത്തോ മറ്റ് ആശയവിനിമയ മാധ്യമങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് അവിടെ പോയി കാര്യങ്ങൾ അറിയുക മാത്രമേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, എലിസബത്ത് ഗർഭം ധരിച്ച ശേഷം അവൾ ഒളിച്ചു പാർത്തു എന്നാണ് നാം വായിക്കുന്നത്. അവളുടെ ഗർഭധാരണത്തെക്കുറിച്ച് എലിസബത്ത് അധികം ആരോടും പറഞ്ഞുമില്ല. അതുകൊണ്ട് അയൽപ്പക്കക്കാരോ ബന്ധുക്കളോ അതറിഞ്ഞിരിക്കുവാനും സാധ്യതയില്ല. എലിസബത്ത് ഗർഭിണിയാണ് എന്ന് മറ്റേതെങ്കിലും വിധത്തിൽ അറിഞ്ഞിട്ടല്ല മറിയ എലിസബത്തിനെ കാണാൻ പോകുവാൻ ഒരുങ്ങിയത്. ദൂതൻ പറഞ്ഞ കാര്യം പൂർണ്ണമായി വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവൾ ബന്ധപ്പെട്ടു പോയി എന്നതിൻ്റെ കാരണം ദൂതൻ പറഞ്ഞത് വിശ്വസിച്ചു എന്നത് തന്നെയാണ്. മാത്രമല്ല, ദൂതൻ അവളോട് ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല. അവളോട് പറഞ്ഞു, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൾ പിന്നെ ഒന്നും ചെയ്യേണ്ടതായിട്ട് ദൂതൻ പറഞ്ഞില്ല. എന്നാൽ ദൂതൻ പറഞ്ഞത് വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ ചില കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുകയാണ്. അതിലൊന്നാമത്തേതാണ് എലിസബത്തിനെ കാണുവാൻ വേണ്ടി ബന്ധപ്പെട്ട് അവൾ പോകുന്നത്. ഗലീലയും യഹൂദ്യ മലനാടും വളരെ ദൂരത്തുള്ള 2 സ്ഥലങ്ങളാണ്. ഗലീല തെക്കേ ഭാഗത്താണ്, വടക്കേ ഭാഗത്താണ് യഹൂദ. വലിയൊരു യാത്ര അവൾക്ക് ചെയ്യേണ്ടി വന്നു. എന്നാൽ
ദൂതൻ പറഞ്ഞത് വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ ആ യാത്ര ചെയ്യാൻ തയ്യാറായി. പല ആളുകളും ദൈവത്തെ വിശ്വസിക്കുന്നു, ദൈവവചനം വിശ്വസിക്കുന്നു എന്ന് പറയുമെങ്കിലും അതിനുവേണ്ടി ഒരു ചെറിയ മുതൽ മുടക്കിന് പോലും അവർ തയ്യാറല്ല. സുവിശേഷം വിശ്വസിക്കുന്നത് ഫ്രീ ആയതുകൊണ്ടാണ്. ഒരു മുതൽ മുടക്കുമില്ലാതെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അവരുടെ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കാൻ അവർക്ക് മനസ്സില്ല. എന്നാൽ ഇവിടെ മറിയ ദൂതൻ പറഞ്ഞ കാര്യം വിശ്വസിച്ചപ്പോൾ തന്നെ അതിന് വലിയ വില കൊടുക്കുവാൻ അവൾ തയ്യാറായി. മാത്രമല്ല, അവൾ അത് പ്രായോഗികമായി കാണിക്കുകയാണ്. എലിസബത്തിനെക്കുറിച്ച് കേട്ടു അവളെ കാണാൻ പോകാൻ മറിയ തയ്യാറായി. മറിയ എലിസബത്തിൻ്റെ വീട്ടിൽ വന്ന് എലിസബത്തിനെ വന്ദനം ചെയ്തപ്പോൾ നാം വായിക്കുന്നത്, എലിസബത്തിൻ്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് ആനന്ദം കൊണ്ട് തുള്ളി എന്നാണ്. അത് എലിസബത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് ആ കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. ആ സമയത്ത് എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവളായി എന്ന് നാം വായിക്കുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആയി എന്നാണ് അർത്ഥം. അങ്ങനെ അവൾ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞത് ആണ് 42-ാം വാക്യത്തിൽ വായിക്കുന്നത്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ഇതിനോടകം മറിയ ഗർഭിണിയായി എന്ന വിവരം എലിസബത്ത് അറിഞ്ഞു. അതൊരു പക്ഷേ എലിസബത്തിനെ കാണാൻ വന്ന മറിയ തന്നെ പറഞ്ഞതായിരിക്കും. മാത്രമല്ല, ഇവൾ വിവാഹിതയല്ല എന്ന കാര്യവും എലിസബത്തിനറിയാം. വിവാഹിതയല്ലാത്ത ഒരു യുവതി, നമ്മുടെ ബന്ധത്തിലുള്ള ഒരു യുവതി, അവൾ ഗർഭിണിയായി എന്നറിഞ്ഞാൽ ശപിക്കുകയും പ്രാകുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ അതിനു പകരം എലിസബത്ത് അവളെ അനുഗ്രഹിക്കുകയാണ്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ഈ ഭാഗത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 4 വ്യക്തികളാണ് ഉള്ളത്. എലിസബത്തിൻ്റെ ഉദരത്തിൽ വളരുന്ന യോഹന്നാൻ അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ, മറിയയുടെ ഉദരത്തിൽ വളരുന്ന കർത്താവായ യേശു ക്രിസ്തു. 4 വ്യക്തികളാണുള്ളത്. ഈ 4 വ്യക്തികളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിധം ഉന്നതനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അത് ഈ സങ്കീർത്തനത്തിലും ഈ സംഭാഷണത്തിലും നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. 43-ാം വാക്യത്തിൽ എലിസബത്ത് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി. മറിയ ഗർഭിണിയായതേ ഉള്ളൂ. എലിസബത്ത് ചില മാസങ്ങൾക്ക് മുൻപ് ഗർഭിണിയായി. എലിസബത്തിൻ്റെ കുഞ്ഞാണ് ആദ്യം ജനിക്കാൻ പോകുന്നത്. അതിനുശേഷമാണ് മറിയയുടെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്. എന്നാൽ എലിസബത്തിന് മറിയയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ആരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവൾ പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ മാതാവ്. അവിടെ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി മറിയയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞാണ്. അവൾ അതിൻ്റെ തെളിവാണ് പിന്നീട് പറയുന്നത്, നിൻ്റെ വന്ദന സ്വരം എൻ്റെ ചെവികളിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ടു തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൂതൻ പറഞ്ഞത് വിശ്വസിക്കാഞ്ഞ ഒരാളെക്കുറിച്ചും എലിസബത്തിനറിയാം. അദ്ദേഹം എലിസബത്തിൻ്റെ വീട്ടിൽ മുറിക്കുള്ളിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. സഖര്യാവ്. ദൂതൻ പറഞ്ഞു, പക്ഷേ സഖര്യാവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എലിസബത്ത് മറിയോട് പറയുകയാണ്, ദൂതൻ നിന്നോട് പറഞ്ഞത് നീ വിശ്വസിച്ചു, നീ ഭാഗ്യവതി. ഇത്രയുമായപ്പോൾ മറിയ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് നാം വായിക്കുന്നത്. 46 മുതലുള്ള വാക്യത്തിൽ മറിയയുടെ പാട്ടാണ് നാം കാണുന്നത്. ഈ ഭാഗത്തിന് ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ ഉള്ള ഹന്നയുടെ പാട്ടുമായി അല്ലെങ്കിൽ അവളുടെ സങ്കീർത്തനവുമായി വളരെ സാമ്യമുണ്ട്. ഒരു പക്ഷേ ഹന്നയുടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ആ സങ്കീർത്തനം യഹൂദന്മാരുടെ ഇടയിൽ വളരെ പ്രചാരമുള്ള ഒരു പാട്ടായിരുന്നിരിക്കാം. അതിനെ അനുബന്ധിച്ചുള്ള ഒരു സ്തുതിഗീതമായിരിക്കാം ഇത്. എന്തായാലും മറിയ കന്യകയായ കൗമാരപ്രായക്കാരിയായ ഒരു യുവതിയായിരുന്നു. അവൾക്ക് ദൈവശാസ്ത്രത്തിലും ന്യായപ്രമാണത്തിലുമൊക്കെ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ ന്യായമില്ലെങ്കിലും
അവൾക്ക് ദൈവവചനത്തിൽ സാമാന്യം അറിവുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അവൾ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവളുടെ ഉള്ളമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. പല ആളുകളും വാഗൊണ്ട് സ്തോത്രം പറയുമെങ്കിലും അവരുടെ ഉള്ളിൽ ദൈവത്തെ ബഹുമാനിക്കുകയോ ദൈവത്തെ സ്തുതിക്കുകയോ ചെയ്യുന്നില്ല. അവൾ പറയുന്നു, എൻ്റെ എല്ലാ സ്തുതിയും അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ആർക്കാണ് ഒരു രക്ഷിതാവിനെ ആവശ്യമുള്ളത്? ശിക്ഷിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവർ, ശിക്ഷായോഗ്യരായവർ, നാശത്തിലേക്ക് പോകുന്നവർ, അപകടത്തിലേക്ക് പോകുന്നവർ, അവരെയാണ് രക്ഷിക്കേണ്ടത്. ഇവിടെ മറിയ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം അവളുടെ രക്ഷകനാണ് എന്നാണ്. എന്ന് വച്ചാൽ മറിയയും രക്ഷിതാവിനെ ആവശ്യമുള്ള മനുഷ്യകുലത്തിലെ ഒരു അംഗമാണ്. അവൾ പറയുന്നു, എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഞാൻ ഉല്ലസിക്കുന്നു. ദൈവം തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എന്ന് വച്ചാൽ ഒരു സ്ത്രീക്കും ലഭിക്കാതിരുന്ന ഒരു പദവി ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു എന്നാണ് അവൾ പറയുന്നത്. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവം എന്നെ തിരഞ്ഞെടുത്തു. നമുക്കറിയാം, ആദ്യ മനുഷ്യനായ ആദാമും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും പാപം ചെയ്തപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. എന്നാൽ ആ സമയത്ത് തന്നെ ദൈവം സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിൻ്റെ സന്തതിയും തമ്മിലുള്ള ഒരു ശത്രുതയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്ന് വായിക്കുന്നു. ആദ്യം ആദമും ഹവ്വയും വിചാരിച്ചു അത് ഹവ്വയുടെ മകനായിരിക്കുമെന്ന്. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നു, സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ നിലയിൽ ഒരു സ്ത്രീയിൽ നിന്ന് ജനിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ത്രീയാണ് മറിയ. അതുകൊണ്ടാണ് മറിയ പറയുന്നത്, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഒന്നാമത്തെ തലമുറയിൽ തന്നെ ഹവ്വ വിചാരിച്ചു അവളുടെ മകനായിരിക്കും സർപ്പത്തിൻ്റെ തലയെ തകർക്കുക എന്ന്. എല്ലാ തലമുറകളിലുമുള്ള സ്ത്രീകൾ അതിനുവേണ്ടി കാത്തിരുന്നു, സാധിച്ചില്ല. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മറിയയിൽ നിന്ന് ജനിച്ചത് മുഖാന്തരം അവൾക്ക് മുമ്പുള്ള തലമുറകളും ഇനി വരാൻ പോകുന്ന തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കാരണം ദൈവം മറിയയെ യേശുവിന് ജന്മം കൊടുക്കുവാൻ തക്കവണ്ണം അമ്മയായി തിരഞ്ഞെടുത്തു. അവൾ വീണ്ടും അവളുടെ താഴ്ന്ന നിലയെക്കുറിച്ച് പറയുകയാണ്. അവൻ എൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. അവൾ ഒരു ദാസിയാണെന്നും താഴ്ചയുള്ളവളാണെന്നും അവൾ പറയുന്നു. ദൈവം, അതായത് ശക്തനായവൻ, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. ദൈവത്തിൻ്റെ നാമം പരിശുദ്ധം തന്നെ. അവളുടെ നാമം പരിശുദ്ധമെന്നല്ല പറയുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ നാമം പരിശുദ്ധം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തെ അനുസരിക്കുന്നവർക്കും അവൻ നല്ലവനാണെന്നും അവൻ അനുഗ്രഹങ്ങൾ നൽകും എന്നും തുടർന്നുള്ള വാക്യങ്ങളിൽ അവൾ പറയുന്നു. പ്രഭുക്കന്മാർ, സിംഹാസനത്തിലിരുന്നവർ, അവരെയൊക്കെ മാറ്റി താണ ആളുകളെ ഉയർത്തുകയും അവർക്ക് നന്മകൾ നൽകുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് അവൾ പാടുകയാണ്. 54 വാക്യത്തിൽ അവൾ പറയുന്നു, നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ഇവിടെ മറിയ പറയുന്നത്, ദൈവം ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്തം, ഇസ്രായേലിൻ്റെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം അനേക വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിലും ആ വാഗ്ദത്തം പാലിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ താൻ പാലിക്കും. പലപ്പോഴും അതിനുവേണ്ടി അനേക നാൾ കാത്തിരിക്കേണ്ടി വരും. അത് എത്ര താമസിച്ചാലും ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റുക തന്നെ ചെയ്യും. അതിനുശേഷം മറിയ 3 മാസത്തോളം എലിസബത്തിൻ്റെ കൂടെ പാർത്തു. അത് കഴിഞ്ഞ് മടങ്ങിപ്പോയി എന്നാണ് നാം വായിക്കുന്നത്. ഒരുപക്ഷെ അവളുടെ ഗർഭധാരണത്തിൻ്റെ ആദ്യത്തെ ചില മാസങ്ങൾ അവളുടെ സ്വന്തം നാട്ടിൽ നിന്നും മാറി നിൽക്കുവാൻ അവൾക്കിടയായത് ഒരു നല്ല കാര്യമായിരുന്നിരിക്കാം.
ഏതായാലും അതിന് ശേഷമാണ് അവൾ മടങ്ങിപ്പോയത്. നാം നേരത്തെ ചിന്തിച്ചതുപോലെ പിന്നീട് ചക്രവർത്തി ഒരു ജനസംഖ്യാ കണക്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവിറക്കിയതുകൊണ്ട് യോസെഫിനും മറിയയ്ക്കും വീണ്ടും നസറേത്ത് വിട്ട് ബേത്ലഹേമിലേക്ക് വരേണ്ടി വന്നു. അവിടെ നിന്ന് പിന്നീട് അവർ ഈജിപ്തിലേക്ക് പോയതായി നാം മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ജനനവും അതിന് ശേഷമുള്ള ചില വർഷങ്ങളും മറിയയും യോസെഫും അവരുടെ സ്വന്തം നാടായ ഗലീലയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറിയയ്ക്കും അവളുടെ കുടുംബത്തിനും ഉണ്ടാകാമായിരുന്ന പേരുദോഷവും പരിഹാസവും ഒക്കെ ഒഴിവാക്കുവാൻ ദൈവമിടയാക്കി. ഇതിൻ്റെ എല്ലാം കാരണം യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ മറിയ തയ്യാറായി എന്നുള്ളതാണ്. അതിനുവേണ്ടി അപമാനം സഹിക്കുവാനും ബുദ്ധിമുട്ട് സഹിക്കുവാനും അവൾ തയ്യാറായി. വില കൊടുക്കുവാൻ മനസ്സുണ്ടായിരുന്ന മറിയ, അവളുടെ വിശ്വാസത്തിനു വേണ്ടി വില കൊടുക്കുവാൻ അവൾക്ക് മനസ്സായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവളെ അനുഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഇന്നും തലമുറകൾ തോറും ആളുകൾ മറിയയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നാം ഓർക്കണം, മറിയ രക്ഷിതാവിനെ ആവശ്യമുള്ള പാപസ്വഭാവമുള്ള മനുഷ്യകുലത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ്. അവളെ ദൈവം തിരഞ്ഞെടുത്തു. അവൾ തന്നെ പറയുന്നു, ദൈവം എൻ്റെ രക്ഷിതാവാണ്. ഈ ദാസിയുടെ താഴ്ച ദൈവം ഓർത്തു കരുണ കാണിച്ചു. പ്രിയ സുഹൃത്തേ, മറിയ ദൈവത്തെ അനുസരിച്ച ഒരു വ്യക്തിയാണ്. അതാണ് അവളുടെ മഹത്വം. ദൈവത്തെ അനുസരിച്ചു എന്നതുകൊണ്ട് അവളെ മാതൃകയാക്കണം. അവളെ ആരാധിക്കുകയോ വാഴ്ത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല.